ഹലോ ഹായ് നമ്മളെ ട്രിപ്പിന്റെ 3rd ഡേ കേട്ടോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ട്രിപ്പിന്റെ 3rd ഡേ ആണ്. നമുക്കുള്ളത് ബാംഗ്ലൂരാണ്. ഇന്നലെ നൈറ്റ് കൂട്ടുകാരനെ കണ്ട് കൂട്ടുകാരൻ്റെ റൂമിലല്ല ഞങ്ങൾ റൂമിൽ സ്റ്റേ ഒക്കെ ചെയ്ത് അങ്ങനെ കുറേ സ്ട്രീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഈ പർച്ചേസ് ചെയ്യാനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക, ഈ ചർച്ച് സ്ട്രീറ്റ്, പിന്നെ അങ്ങനെ ഒരു മാള് അതൊക്കെ പോയി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ടൗണൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയി. ആകുമ്പോൾ അങ്ങനെ രാവിലെ എണീറ്റു, ഉറക്കക്ഷീണം കഴിഞ്ഞ് എണീറ്റു. ഞങ്ങൾ ഇവിടുന്ന് പോട്ടെ, ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു പാർക്കിംഗ് ഉണ്ടായിരുന്നു, അത് പാർക്ക് ചെയ്ത് നൈറ്റ്. കാരണം റോഡിലൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് സേഫായിട്ട്. എന്നിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നടന്നു പോവുക ചെയ്ത് ഞങ്ങൾ ഇങ്ങോട്ട് ഒരു കിലോമീറ്റർ. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇനി നേരെ അടുത്ത ലൊക്കേഷനിലോട്ട് പോയി പിന്നെ അങ്ങനെ പോയി നാട്ടിലോട്ട് തിരിക്കുക. അതിൻ്റെ ഇടയിൽ പറ്റുകയാണെങ്കിൽ വയനാടൊന്ന് അൾട്ടാക്കണം. അതാണ് പ്ലാന്. നെക്സ്റ്റ് ഫാസ് പറയൂ, താങ്കൾക്ക് എന്താ പറയുള്ളത്? നല്ല പ്ലാൻ, വെരി ഗുഡ് പ്ലാൻ. എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം? സെറ്റ് അല്ലേ? ഞങ്ങൾ രാവിലെ 6 മണീൻ്റെ ഉള്ളിൽ നന്ദിയിലെത്തണം എന്നൊക്കെ കരുതിയിട്ട് ഞാൻ 4:30 ഉമ്മമാരെ കുളിച്ചിട്ട് ഉമ്മമാർക്ക് ഫുള്ള് ഉറക്കം സീനാണ്. കാരണം പിന്നെ അത് സ്കിപ്പ് ചെയ്ത്, അപ്പം ആ ലൊക്കേഷനും സ്കിപ്പ് ചെയ്തു. ഇനി നമ്മുടെ അടുത്തുള്ള ലൊക്കേഷൻ പോയിട്ട് അങ്ങനെ കവർ ചെയ്തിട്ട് നേരെ നാട്ടിലോട്ട്. നമ്മൾ തിരിച്ച് പൊക്കോണ്ട് കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് നേരെ മൈസൂർ എത്തിയിട്ട് അവിടുന്ന് മൈസൂർ വഴി തെങ്ങ വഴി അതെ വയനാട് എത്തിയിട്ട് ഏതെങ്കിലും കാട്ടിൽ ക്യാമ്പിങ് എന്തെങ്കിലും സെറ്റ് ചെയ്യണം. പിന്നെ അവിടുന്ന് ക്യാമ്പ് ചെയ്ത് ചില്ല് ചെയ്ത് പീസ് ഔട്ടായിട്ട് തിരിച്ച് നാട്ടിലോട്ട്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വന്ന് മൈസൂർ എത്തി. മൈസൂർ ടൗണെന്നൊക്കെ ഇറങ്ങി കുറച്ച് നമ്മൾ ഇറങ്ങി നല്ലൊരു ഏരിയ കണ്ടപ്പോൾ നമ്മൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി പച്ചപ്പാണ്ടോ, ഫുള്ള് നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. അവിടെത്തിയപ്പോൾ മൈസൂർ നിർത്തി. അനീസ് ചായ ഉണ്ടാക്കാൻ പോവാണ്. ചായ ഉണ്ടാക്കിയുടെ കണ്ട വെള്ളമൊക്കെ പോകണം. നല്ല രസം. ബംഗാളി അമ്മാവൻ. അപ്പോൾ അങ്ങനെ ചാടിക്കട്ടെ. അതിലൊക്കെ ഞാൻ നൈസായിട്ടൊന്ന് കണ്ണുമാളി. അടിപൊളി സ്ഥലം കേട്ടോ. ഇതുണ്ടോ, അടിപൊളി സ്പോട്ടാട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ, വൈബ് സ്പോട്ട് കണ്ടോ, ഒരു രക്ഷയില്ല, വൈബ് സ്പോട്ട്. അടിപൊളി ഫ്രെയിം കേട്ടോ കേട്ടോ, അന്യായ വൈബ്. എന്താ രസല്ലേ. അയ്യവാ പൊളി. ഞാൻ എന്നാ ചായ ഉണ്ടാക്കല്ല സെറ്റായി കൊടുക്കാൻ എന്തോ എറുണ്ട് നോട്ടെ. അങ്ങനെ നമ്മൾ കട്ടൻ ചായ അടിച്ചോട്ടെ. കട്ടൻ ചായയും ബിസ്ക്കറ്റും ഉണ്ട്. വൈബ് സ്പോട്ടാട്ടാ അല്ലേ, ഒരു രക്ഷയില്ല. അതെ, ഫാമിലു. In 300 meters, turn left onto National Highway 150A, National Highway 766. ഓ, ഒരു രക്ഷയില്ല, അന്യ വൈബ്. നമ്മള് നെഞ്ചങ്കോട് കഴിഞ്ഞിട്ടാ നെഞ്ചങ്കോട് കഴിഞ്ഞോ. ഇനി അടുത്തത് കൊണ്ടൽപ്പെട്ട. അതെ, നല്ല പച്ചപ്പ്. ഇതേമാതിരി നമ്മളെ നാട്ടിൽ എന്താണ് വരുന്നത്, തമ്മിലുള്ള ഇടി പറയാമല്ലോ. അടിപൊളി സ്പോട്ടാട്ടാ. അതേപോലെ പ്രൊഫഷണൽ ഡ്രൈവർ സിംഹമേ. നമ്മള് ഗുണ്ടൽപേട്ട് കഴിഞ്ഞ് നേരെ മുത്തങ്ങ റോഡിന് കയറിയിട്ടുണ്ട്. നല്ല വെയിലാട്ടാ. മുത്തങ്ങ റോഡ് കഴിഞ്ഞു. അനീസ് മോൻ, എന്താണ് അവസ്ഥ? ഓക്കെയാണോ? സൂപ്പറാ. നീയും സൂപ്പറാടാ. വന്യ ട്രാഫിക്കാ.
വണ്ടി പയ്യ അടിപൊളി സീനറിയാട്ടോ. ഒരേ പൊളി ഇങ്ങോട്ട് ബൈക്ക് തന്നെ ഇറക്കിട്ട് ഇങ്ങനെ കറക്കണം നമ്മുടെ വണ്ടിയൊക്കെ ഇട്ട് ഓൾറെഡി അവനെ വോയിസ് ഓവർ എടുക്കുന്നില്ല എന്റെ അമലിന്റെ സ്ഥലത്തി ഓണത്തിന് ആ ടൈമില് നിനക്കുണ്ടല്ലോ തെങ്ങുതോട്ടത്തിന്റെ ക്ലിയർ ഓപ്പിച്ച് സ്റ്റൈല് ഭീകരം അടിപൊളി വൈബാണ് ആ ടൈമിലായിരുന്നു. ഒരു രക്ഷയില്ല. അടിപൊളി വൈബാണ്. അടിപൊളി മൂഡ് സ്പോട്ട് അല്ലേ? ഓ മുടേഷ് പവറേഷ് ഇതിഞ്ഞ് ജിഗർദണ്ടാണ് അവിടെ ടിക്കറ്റ് സൂര്യകാന്തി ഇതേ പോയി. രണ്ട് റോഡ് സൂര്യകാന്തി അടിപൊളിയാകുമ്പോ എന്താ പറയുന്നു സുധാകര? അത് കുഴിച്ചിട്ടോട് ചോദിക്കാം ഹാപ്പിയാണ്. പോകുമ്പോ കൊണ്ടായ എന്തൊരടങ്ങറല്ലേ ഇറക്കം വിട്ടിട്ട് ഒന്നായിട്ട് വരാം. നെക്സ്റ്റ് ഫോറസ്റ്റിലേക്ക് കടന്നിട്ടോ. മുത്തങ്ങ അല്ലേ? ഇത് നമ്മുടെതാ? കേരളാണോ? ഈ നേരത്തെ ആനയൊക്കെ ഉണ്ടാകാൻ ചാൻസ്. ഇത് കേരളം വയനാട് ബോർഡർ ടൈമാണ്. കേരളത്തിൽ എത്തിയപ്പോ നിങ്ങൾക്ക് കളറൊക്കെ പച്ചപ്പല്ലേ ഇതിൽ കണ്ടറിഞ്ഞാൽ വരാൻ പറ്റും. നമ്മള് കാട്ടിലോട്ട് എത്തിട്ടാ. ഇനി നേരെ നല്ല രസം പോ. അതെ മരക്കല്ല ഫുള്ള് ഇലയൊക്കെ വൈബായി കിടക്കുന്നുണ്ട്. ഒരേ വൈബ്. ആന കണ്ടോ? ആന മയില് കിട്ടിയാ കൊള്ളാം. സെന്ററിലാണല്ലോ ബോർഡർ സെന്ററിലല്ലേ ബോർഡർ കേരള ബോർഡർ. ഇപ്പൊ ക്രോസ് ചെയ്തല്ലോ നമ്മള് കേരള ബോർഡർ. കാട് നടുവില് അവിടെ ചെക്കിംഗ് ഒക്കെ വരും തോന്നുന്നു. അങ്ങോട്ട് പോണ വണ്ടി അടിപൊളി സ്പോട്ടാണ്. അമ്മ പണ്ടെന്നോ വന്നതാ. വന്നിട്ടോ ഞാൻ ലാസ്റ്റ് ആ കൊറോണന്റെ സമയത്ത് ബാംഗ്ലൂർ പോയതില്ലേ നാടുകാണി ഓപ്പൺ ആവായിട്ട് പാസ് വേണം തമിഴ്നാടിന് മാത്രം എന്തോ ഒരു നിബന്ധന ഉണ്ട്. കർണാടകത്തിന് പ്രശ്നമല്ലേ? അപ്പൊ താമരശ്ശേരി കൂടെ കയറി എന്റെ കൂടെ നിദ്ര ബേക്ക് പോരില്ലേ കാര്യം പൈസ എടുക്കും. പക്ഷെ ഇതിന് കിട്ടൂല. മാർക്കറ്റ് ഇടിഞ്ഞപ്പോ വന്നാണ്ടിരുന്നേ കേരളം ചവിടിന്റെ സൈഡില് പറന്നു കാണിക്കുന്ന സീന് ഒരു കസാര ഇട്ടിട്ട് വെള്ളത്തിൽ കിട്ടണം. അതെ നാളെ എനിക്ക് കല്യാണം ഉണ്ടല്ലേ? ആരുടെ പെണ്ണുങ്ങളെ കല്യാണം സലീകുമാറിന്റെ നിങ്ങൾ പെണ്ണുങ്ങളുടെ വൈഫിന്റെ കല്യാണത്തിനൊക്കെ പോകും. നല്ല ചോർന്ന പോകണം. ചേച്ചി ആടി അടി പോണല്ലോ പഠിക്കും. കാട്ടുകൂടെ അല്ലേ സ്കൂട്ടി വിട്ടാൻ പഠിക്കണത്. കുട്ടിയാരെ കൊമ്പനാ മറ്റേ തള്ള. ഒരു രക്ഷയില്ലടാ. അടിപൊളി വ്യൂ ആ. അവിടെ നിർത്താൻ വരണ നിർത്തിട്ട് ഫോട്ടോ എടുക്കണല്ലോ. ഒരേ പൊളിയായിരിക്കും. നിർത്താൻ പറ്റും പറയാം. വരാം. ഫോറസ്റ്റുകാർ വിളിക്കൂല നമ്പർ എടുക്കൂല. അതെ ഏറെക്കുറെ അടിപൊളിയാകുമ്പോ മരങ്ങളങ്ങനെ ഇലകളൊക്കെ വന്ന് മൂടായി കിടക്കുന്നുണ്ട്. നല്ല ഗ്രീനറി ലൈറ്റ് ഗ്രീൻ. നല്ല രസമുണ്ട് കാണാൻ. ആനക്കൂട്ടത്തൊക്കെ പോലത് അറഞ്ചമ്പറഞ്ച ആനകള് അറഞ്ചം പറഞ്ഞ ആനകള്. ആ ലോഡ് വണ്ടി കണ്ടപ്പോ ഇങ്ങനെ ഇറങ്ങി വരും. വരുമ്പോ സൈഡ് തടിയപ്പില്ലേ പണിയിട്ടാണ്. അതെ ഒരു പരിചയിക്കണം അല്ലേ? ഫോണടിക്കാൻ പാടില്ല എന്നാണ് ആ ഫോണടിക്കണത്. കണ്ടോ സീനോട്ടോ? അവിടെ ഒരു ഒറ്റയ്ക്ക് കിടന്ന് കണ്ടോ? അവനാണ് സീൻ. നായ്ക്കള് കുഞ്ഞിക്കുരങ്ങന്മാര്
ഇവിടെ ഓരോരുത്തർ കാണാൻ വേണ്ടി നിർത്തിയിട്ട് നല്ല രീതിയിൽ ചവിട്ടി ഇവിടെ ബ്ലോക്ക് ആയിട്ടോ. കുറെ നമ്മളെ മുത്തങ്ങ ഇവിടെ മുത്തങ്ങ അല്ലേ അവിടെ ഒരു ഹോട്ടലൊക്കെ കിട്ടും ഫുഡ് കഴിക്കാൻ. വാഷ്റൂം പോയതാ. ഓടിക്കാൻ പോട്ടോ. ബീഫ് റോസ്റ്റും ബീഫ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനൊരു റവ കേക്ക് എടുത്തു. പയമ്പൂരി എടുത്തിട്ടോ. പയമ്പൂരി ഇങ്ങനെ ബീഫും പയമ്പൂരിയും കൂടി പഠിച്ചു നോക്കാം എങ്ങനെയുണ്ട്. ഫുഡൊക്കെ വന്ന് ഒരു പഴംപൊരി പീസ് ഉണ്ട്. ബീഫ് ഫ്രൈയും കൂട്ടി അടിക്കാൻ വേണ്ടി തടവാ. ബീഫും പഴം പൊരി ഇങ്ങനെ കൂട്ടിയിട്ട് മടക്കിയിട്ട് വേണ്ട ഒരേ പൊടി. ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ടാകുമ്പോൾ കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. നല്ല ബീഫ്, നല്ല പഴംപൊരി, നല്ല ഫുഡ്, നല്ല ഗീ റൈസ്, എല്ലാം അടിപൊളിയായിരുന്നു. ഇതാണ് സ്പോട്ട്. നമ്മൾ വയനാട്ടിൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത പോലെ തന്നെ റിസോർട്ടിലെത്തിയിട്ട് നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. ഇവിടെ പിള്ളേരൊക്കെ ഉണ്ടോ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ട്. വീഡിയോ ഇങ്ങോട്ട് വന്ന ടൈമിൽ നിന്ന് എടുക്കണമെങ്കിൽ ഇത് നടന്നില്ല. അനീസ് ഒരേ അടിയാണ്, വെള്ളത്തിന് അടിച്ച് വേദനിപ്പിക്കൊണ്ടിരിക്കുക. ഞാനും പതുക്കെ ഇറങ്ങാൻ പോവാം കേട്ടോ. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റ് ഇല്ല ഇവിടെ ഉണ്ടോ, ലേറ്റ് ഇല്ല അതുകൊണ്ട് വീഡിയോ എടുത്തിട്ട് കാര്യമില്ല. എന്നാലും നോക്കാം. നമ്മളെ പിന്നെ ഇത് സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി കുളിച്ച് റെഡിയായി ചുമ്മാ ഇങ്ങനെ നടക്കാറിങ്ങിയത്. നമ്മൾ അവിടെ ക്യാമ്പ് ഫയറൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് പോയി ഇങ്ങനെ വരാം. ക്യാമ്പ് ഫയർ പിള്ളേർ ഒരേ വൈബാ. ജസ്റ്റ് ഒന്നിങ്ങനെ പോയി വരാം. റൂം ഈ കാണുന്ന പോവാം. എന്തൊക്കെ യൂട്യൂബിൽ വരാമല്ലോ കേട്ടോ. ഒരു ചെറുക്കും കണ്ടില്ല പോത്തോളം വലുപ്പം കളിക്കണ്. ഒരു കുഴപ്പമില്ല, ഞാൻ വേറെ അക്കൗണ്ട് ഉണ്ടാക്കും. ഞാൻ വേറെ അക്കൗണ്ട് തുടങ്ങടാ, എന്നാലും വേണ്ടില്ല. അറിയണ്ട നമ്മൾ ഡാൻസ് കളിച്ച വീഡിയോ ഐ തിങ്ക് ഫവാസ് എടുത്തിട്ടുണ്ട് തോന്നുന്നു. സെറ്റല്ലേ? ഇനിയിപ്പോൾ കളിച്ച നായിയേ. തൊലിച്ച് നമ്മളെ ഇവിടെ ഫുഡൊന്നും ഓർഡർ ചെയ്തില്ല. ഞങ്ങൾ സ്റ്റവും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടായിരുന്നു. അപ്പോൾ ചെറിയ മുട്ട ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് നൈസായിട്ട് അടിച്ചിട്ട് ചില്ലടിച്ച് കട്ടൻ ചായ അടിച്ച് ചില്ല വല്ല പരിപാടിയാണ്. ഫസ്റ്റ് കട്ടണ നമ്മൾ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്ത് പൊളി ഒന്ന് ഡാൻസ് ഒക്കെ ചില്ലായി വന്നിട്ടുണ്ട്. നമ്മുടെ കുക്ക് ചെയ്ത പരിപാടിയാണ്. അപ്പോൾ കുക്ക് ചെയ്ത് ചായ കുടിച്ച് ചില്ലായിട്ട് പാട്ടൊക്കെ ഇട്ട് വൈബ് കടന്നുറങ്ങി രാവിലെ ട്രക്കിങ് പോകാൻ പറ്റുമോ, വേറെ എന്തൊക്കെ പരിപാടി നോക്കണം. അങ്ങനെ നമ്മള് കട്ടൻ ചായ ഇതിലേക്ക് ചക്കം കട്ടൻ ചായ സെറ്റാക്കി. ഇതിൻ്റെ ഇത് കട്ടൻ ചായ തന്നെയാണ് കേട്ടോ. പിന്നെ മുട്ടയൊക്കെ ഉണ്ട്. ഇതേ കട്ടൻ ചായ അടിക്കുന്നു അനീസ്. ഒരേ വൈബ്. പ്രൊഫഷണൽ കുക്കേഴ്സ്. നല്ല വിത്തൗട്ട് ചായ കേട്ടോ, നല്ല ചൂടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മളൊന്ന് നൈറ്റ് ഫുഡ്, വേറെ ഒന്നുമില്ല. ഇവിടെ ഫവാസ് കുക്കിങ്ങിലാണ്. ഫവാസ് കഥ എഴുതിക്കണം, അതുപോലെ ഫവാസ് കുക്ക് ചെയ്യുകയാണ്. ഇതേ കട്ടൻ ചായ അവിടെ ഫാനൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്.